വെൽക്കം ടു ലെച്ചൂസ് ആൻഡ് ആച്ചൂസ് വ്ലോഗ്. വളരെ സന്തോഷമായിട്ട് ഒരുങ്ങി കെട്ടി എങ്ങോട്ടാ പോണേന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്, ഒരു റിലേറ്റീവിന്റെ കല്യാണമാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഫംഗ്ഷനാണ് നമ്മൾ ഈ പോണത്. ഞാനും ഏട്ടനും മോളും കൂടിയാണ് പോണത്. ഇപ്പൊ നമ്മൾ നേരെ പോണത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പൊ അവിടെ നിന്ന് ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെയും കൂട്ടി നമ്മൾ വണ്ടി എടുത്ത് പോവാന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നീലനും പാറ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ചു നേരമായി അവിടെ അങ്ങനെ ഇരിക്കണു. അപ്പൊ നമുക്ക് വേഗം പോയി അവരെയും കൂട്ടി കല്യാണത്തിലേക്ക് പോവാം. അപ്പൊ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആ വണ്ടിയിലൊക്കെ കയറി കല്യാണത്തിന് പോവാണ്. കല്യാണം നടക്കുന്ന ഹാളെന്ന് പറയുന്നത് റാക്ക് പ്ലാസയിലാണ്. നമ്മുടെ പെരിഞ്ഞാനത്തിന് മുന്നേ തന്നെ പുന്നക്കുരു എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെയാണ് റാക്ക് പ്ലാസ ഉള്ളത്. അവിടേക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പൊ ലിനേഷ് ജൂഹി എന്നാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെയും കല്യാണ പെണ്ണിൻ്റെ ഒക്കെ പേര്. അപ്പൊ നമ്മൾ ഹാളിൽ എത്തിയിട്ടുണ്ട്. അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ 4 മണിക്ക് തുടങ്ങിയ ഫംഗ്ഷനാണ്. നമ്മൾ ഏകദേശം എത്തുമ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. 8 മണി വരെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ എവിടെ പോയാലും നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ട്, നമ്മുടെ ചങ്ക്സ് ഉണ്ട്. അവരൊക്കെയാണ് ഇതാ ഇവര്. അപ്പൊ ഞങ്ങളൊക്കെ സെൽഫി എടുക്കാന്ന് വെച്ചപ്പോൾ അതാണ്. എവിടെ പോയാലും ഞങ്ങൾ ഇങ്ങനെ കുറേ സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് വീഡിയോസും സെൽഫി ഒക്കെ എടുത്ത് വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആവശ്യത്തിലധികം സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾക്കിനി നമ്മുടെ ചെക്കനെയും പെണ്ണിനെയും ഒന്ന് കാട്ടിത്തരാം കേട്ടോ നിങ്ങൾക്ക്. സ്റ്റേജിക്ക് ഒന്നും കയറൂല കേട്ടോ. സ്റ്റേജിക്ക് കയറാമെങ്കിൽ പണ്ടേ മടിയാണ്. ഇതാണ് മാമനും എൻ്റെ അച്ഛനുമാണ് കേട്ടോ. അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ചെക്കനും പെണ്ണും ഇരിക്കുന്നുണ്ട് അവിടെ. അവർ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ഷീണിച്ചിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യണില്ല, പതുക്കെ വീഡിയോ എടുത്ത് പിൻവാങ്ങിയതാ. പിന്നെ ഇതാണ് നമ്മുടെ പാപ്പനും മേമയും. എൻ്റെ ഇളയ പാപ്പനാണ് കേട്ടോ, അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് ഷോളിപ്പാപ്പനും ഷേളിമേമയും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാളിൽ വേറൊരു ഹാളിലായിരുന്നു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ രാത്രിയായിട്ട് ഒരു 7:30 അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. ഓക്കെ, താങ്ക് യു.